ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ ദിവസം ഞാൻ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മയിലുണ്ട് ഈ റോട്ടിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതേനി. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും അത് അകന്ന് പോയിട്ടോ. അപ്പോൾ ഇന്നേ ദിവസം ഇങ്ങനെയൊക്കെയാണ് തുടങ്ങണത്. എന്തായാലും ഇന്നത്തെ റെസിപ്പീസൊക്കെ എന്താണെന്ന് നോക്കാം. കുട്ടി വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായി കണ്ടു നോക്കിട്ടോ. അപ്പോൾ രാവിലെ തന്നെ രാത്രിക്കത്തെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ഞാൻ കരുതിയിരുന്ന അത് വെച്ചിട്ട് ഒരു കറി റെഡിയാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളപ്പും കൂടി ചുട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തന്നെ കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് വേഗം തന്നെ ചോറ് അടുപ്പത്തിടാം. അപ്പോൾ ഞാൻ കുറച്ച് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂട്ടാനും റെഡിയാക്കണ്ടേ. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് പച്ച പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ, കർമൂസ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മമ്പയറും മത്തനും കൂടി കൂട്ടുകറിയാക്കി വെക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ മത്തനും ഇങ്ങനത്തെ മമ്പയർ കറിയൊക്കെ ഒന്നിച്ച് വെക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളടുത്ത് കുറച്ച് അയിലക്കുട്ടികളുണ്ടായിന്, അയിലക്കുട്ടികളെ ഒന്ന് പൊരിച്ചെടുക്കും ചെയ്യാം. ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയാണ് കേട്ടോ. ഉച്ചഭക്ഷണത്തിനുള്ള ഐറ്റംസ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കറുമൂസ എടുത്ത് തരണ്ടേ, പപ്പായ. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു തോരനാക്കിയിട്ട് റെഡിയാക്കട്ടെ, കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രം പച്ചമുളകും ഇട്ടിട്ടാണ് കേട്ടോ കൂട്ടുകറി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ പപ്പായൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ വൻപയർ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ വേവാനായിട്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഞാൻ ആ മത്തനും കൂടി ഇട്ടിട്ടൊരു തിക്നെസ് ആയിട്ടുള്ളൊരു കറി, കുറച്ച് തേങ്ങയും നല്ല ജീരകമൊക്കെ അരച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ വീഡിയോ നിർത്തിയില്ല കേട്ടോ. സ്പീഡപ്പിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം രാവിലെ തന്നെ. ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഇതിങ്ങനെ ഒന്ന് എന്താ പറയുക, അങ്ങനെ ഇത് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൽ ആവിയിൽ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം കട്ട് ചെയ്യാതെ ഇതുപോലെ അങ്ങനെ ഉണ്ടോ. ഞാനൊന്ന് ചുരണ്ടി എടുത്തതാണ് കേട്ടോ പപ്പായ. ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പും മാത്രം ചേർത്താൽ മതി. കുറച്ച് പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറവിടാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുണക്കമുളകൊന്നുമില്ല ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളത് വെച്ച് നമ്മൾ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉച്ചക്ക്. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു പകുതി കുക്കായി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഉച്ചക്കുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ കുളിച്ച് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ അലക്കാനുള്ളതൊക്കെ റെഡി ആയപ്പോൾ 11 ബസ്സിന് ഞങ്ങൾ അങ്ങാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയതുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം ഇങ്ങനെയൊക്കെയാണ്.
വൈകുന്നേരം ആയപ്പോൾ നമുക്ക് നമ്മളെ അയൽവാസി താത്ത കുറച്ച് പായസം തന്നിട്ടുണ്ടായി കേട്ടോ. ഒരു 4-5 മണിയായപ്പോൾ നമ്മൾ കുറച്ച് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇട്ടത്. 9 ആളുണ്ടായിട്ടുണ്ട് പുതിയത്. അതൊരാൾ മാത്രമാണ് കേട്ടോ വൈറ്റ് കളറ്. അല്ലാത്തവരൊക്കെ ഏകദേശം ഒരേ രൂപത്തിൽ കളറാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളിച്ചി കോഴിക്ക് ഉണ്ടായ കുട്ടികളാണ് കേട്ടോ അതൊക്കെ. നല്ല രസമല്ലേ ഇതിനെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഡേ റുട്ടീനായിട്ട് വരുന്നതായിരിക്കും.